ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് മാർച്ച് 3 വിശുദ്ധ മാരിനൂസിന്റെ തിരുനാൾ. കേസറിയായിൽ സമ്പത്ത് കൊണ്ടും കുടുംബ മഹിമ കൊണ്ടും പ്രസിദ്ധനായിരുന്ന മാരിനൂസ് 272 ശതാധിപന്റെ ജോലി ഒഴിവു വന്നപ്പോൾ മാരിനൂസിന് ആ സ്ഥാനം ലഭിക്കാനുള്ള സാധ്യത ഉള്ളതിനാൽ ഒരാൾ മുന്നോട്ട് വന്ന് പറഞ്ഞു, മാരിനൂസ് ക്രിസ്ത്യാനിയായതുകൊണ്ട് നിയമപ്രകാരം അദ്ദേഹത്തെ ആ ജോലിക്ക് നിയമിക്കാവുന്നതല്ല. പാലസ്തീന ഗവർണർ അക്കയൂസ് മാരിനൂസിനോട് ചോദിച്ചു, താങ്കൾ ക്രിസ്ത്യാനിയാണോ? അതെ എന്ന് മാരിനൂസ് ഉത്തരം നൽകി. ഞാൻ 3 മണിക്കൂർ കൂടി ചിന്തിക്കാൻ സമയം തരാം, ആലോചിച്ച് ഉത്തരം പറഞ്ഞാൽ മതി. ഇതറിഞ്ഞ സ്ഥലത്തെ മെത്രാനായ തെയോഡക്നൂസ് ന്യായാസിംഗനത്തിലെത്തി മാരിനൂസിനെ കൈക്കുപിടിച്ച് ദൈവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹം അണിഞ്ഞിരുന്ന ഖഡ്ഗവും ഒരു സുവിശേഷവും കാണിച്ചുകൊണ്ട് ബിഷപ്പ് ചോദിച്ചു, ഇവയിൽ താങ്കൾക്ക് എന്തു വേണം? യാതൊരു സംശയവും കൂടാതെ സുവിശേഷ ഗ്രന്ഥം വാങ്ങാൻ മാരിനൂസ് കൈനീട്ടിയതും ബിഷപ്പ് പറഞ്ഞു, ദൈവത്തോട് നിരന്തരം ചേർന്ന് നിൽക്കുക, അവിടുന്ന് താങ്കളെ ശക്തിപ്പെടുത്തും. താങ്കൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് താങ്കൾക്ക് ലഭിക്കും, സമാധാനത്തിൽ പൊയ്ക്കൊള്ളുക. വീണ്ടും ന്യായാധിപന്റെ അടുക്കലേക്ക് ആനയിക്കപ്പെട്ടു. മുമ്പത്തേക്കാൾ തീഷ്ണതയോടെ അദ്ദേഹം വിശ്വാസം ഏറ്റുപറഞ്ഞു. ഉടനടി മാരിനൂസിന്റെ ശിരസ് ഛേദിക്കപ്പെട്ടു. ഈ രക്തസാക്ഷിത്വം കണ്ടുനിന്ന സെനറ്റർ അസേരിയൂസ് മാരിനൂസിന്റെ തിരു അവശിഷ്ടങ്ങൾ എടുത്ത് പൂജ്യമായി സംസ്കരിച്ചതറിഞ്ഞ് അദ്ദേഹത്തിന്റെയും ശിരസ് ഛേദിക്കപ്പെട്ടു. സത്യത്തെ പ്രതി ജീവൻ ത്യജിച്ച വിശുദ്ധ മാരിനൂസെ, ഞങ്ങളെയും ദൃഢമായ വിശ്വാസത്തിൽ വളർത്താൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.